نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خلق الإنسان من عجل سأريكم آياتي فلا تستعجلون يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളുമൊക്കെ ഏറെ വിഷമമുണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന അപകട മരണങ്ങൾ ഒരു ഭാഗത്ത്. എത്രത്തോളം എന്നാൽ ഒന്ന് പുറത്തേക്കിറങ്ങുക എന്നത്, റോട്ടിലൂടെ ഒന്ന് വാഹനം ഓടിക്കുക എന്നുള്ളത് ഭീതിയോടുകൂടി മാത്രം കാണുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത്. വേറെ ചില വാർത്തകൾ ചെറിയ ചെറിയ തർക്കങ്ങളുടെ പേരിൽ സംസാരമുണ്ടാകുകയും പിന്നീട് അത് കൊലപാതകങ്ങളിലേക്ക് എത്തുന്നു. ഒരാളെ ഉപദേശിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വേറെ ചില കാഴ്ചകൾ കാണുന്നതോ, കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി ഡിവോഴ്സിലേക്കും അതുപോലെ തന്നെ ജ്യേഷ്ഠനും അനിയനും ഒക്കെയുള്ള തർക്കങ്ങളുമൊക്കെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നൊരവസ്ഥയിലേക്കും സമൂഹം എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ പറഞ്ഞ ഏത് കാരണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും എല്ലാത്തിനും ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ടാകും പറയാം. എന്നാൽ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു പൊതു കാരണം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പൊതുവായ ഒരു കാരണമാണ് ധൃതി കാണിക്കുക എന്നത്. അപകടങ്ങൾ സംഭവിക്കുന്നതിൻ്റെ കാരണം പരിശോധിക്കുമ്പോൾ അനാവശ്യ ധൃതിയാണ്.
കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന്റെ കാരണം പരിശോധിക്കുമ്പോൾ ഒരു സാവകാശം കൊടുക്കാൻ, ഒന്ന് അറിയാൻ, ഒന്ന് മനസ്സിലാക്കാൻ, ഒരു പറഞ്ഞത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു സാവകാശമില്ല. ധൃതി കാണിച്ച് അപ്പോഴേക്ക് പ്രതികരിക്കുന്ന ആളുകൾ, അപ്പോഴേക്ക് ത്വലാക്ക് പറയുന്ന ആളുകൾ, അപ്പോഴേക്ക് ബന്ധങ്ങൾ മുറിക്കുന്ന ആളുകൾ, അപ്പോഴേക്ക് കൊലപാതകങ്ങളിലേക്ക് പോകുന്ന ആളുകൾ. എല്ലാ ഭാഗത്തും നോക്കിക്കഴിഞ്ഞാൽ അൽ അജല, ധൃതി എന്നുള്ളത് ഏറെ ഗൗരവപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്കാണ് മനസ്സിലാക്കുന്നത്. ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം ഇതാണെങ്കിൽ, ഈ ഒരു കാരണത്തിന്റെ വിഷയം അള്ളാഹു വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ഹദീസുകളിലൂടെയും നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിൽ തന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പ് എങ്ങനെയെന്നുള്ള പറയുന്നുണ്ട്. സൂറത്തുൽ അംബിയായിലൂടെ അള്ളാഹു പറയാണ്, ഖുലിഖൽ ഇൻസാനു മിൻ അജൽ, ഖുലിഖൽ ഇൻസാനു മിൻ അജൽ. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ധൃതിയുള്ളവനായിക്കൊണ്ടാണ്. എല്ലാത്തിലും ഒരു ധൃതി കാണിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സഉരീകും ആയാതി ഫലാ തസ്തഅജിലൂൻ. സഉരീകും ആയാതി, തീർച്ചയായും എന്റെ ദൃഷ്ടാന്തങ്ങൾ ഞാൻ അവരെ വഴിയെ കാണിച്ചു കൊടുക്കുന്നത് തന്നെയാണ്. ഫലാ തസ്തഅജിലൂൻ, അവൻ ധൃതി കാണിക്കല്ലേ. അവൻ എന്തിനായി ധൃതി കാണിക്കണം? ഈ ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതാണെങ്കിലും ഇതിൽ ഒരു വിശ്വാസിക്ക് ചില ഗുണപാഠങ്ങളുണ്ട്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ധൃതിയിലൂടെയാണെങ്കിലും അല്ലാഹ് എടുത്തു പറയാണ്, ഫലാ തസ്തഅജിലൂൻ, നിങ്ങൾ അജല് കാണിക്കല്ലേ, നിങ്ങൾ ധൃതി കാണിക്കല്ലേ എന്നുള്ളത് വ്യക്തമായി എടുത്തു പറയുന്നു. ഈ ധൃതി കാണിക്കുക എന്നുള്ളതോ അത് ഒരു പൈശാചികതയിൽ നിന്നുള്ളതാണ്. എല്ലാത്തിലും ഒരു ധൃതി കാണിക്കുക എന്നുള്ളത് ഒരു പിശാചിന്റെ സ്വഭാവമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ പറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ അനാതു മിനല്ലാഹ്, എല്ലാത്തിലും ഒരു സാവകാശം കാണിക്കുക എന്നുള്ളത് അത് അല്ലാഹുവിൽ നിന്നാണ്. വൽ അജല, ധൃതി കാണിക്കുക എന്നുള്ളതോ മിനശ് ശൈത്താൻ, അത് ശൈത്താനിൽ നിന്നാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഒരാൾ സാവകാശം കാണിക്കുമ്പോൾ അതിലൊരു ബറക്കത്ത് ഉണ്ടാകും, അതിലൊരു ഖൈർ ഉണ്ടാകും, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾ ആഗ്രഹിച്ചതിനേക്കാൾ ഉത്തമമായത് അയാൾക്ക് കൊടുക്കുകയും ചെയ്യും. പക്ഷെ ധൃതി കാണിക്കാൻ പാടില്ല. അയാൾ ധൃതി കാണിച്ചുകൊണ്ട് അതിലേക്ക് ഇറങ്ങിയാലോ, ഒരു കൂടിയാലോചന നടത്താതെ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്താലോ, കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ വേഗം പ്രതികരിച്ചാലോ, അതൊരു പൈശാചികതയാണ്, അതൊരു പിശാചിൽ നിന്നുള്ളതാണ്. ഇവിടെയാണ് വിശ്വാസികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമാണ് അൽ അനാജ്, ഒരു സാവകാശം കാണിക്കുക. എന്നാൽ പിശാചിന് ഇഷ്ടമുള്ളതോ അജലത്തു, ധൃതി കാണിക്കുക എന്നുള്ളത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു സ്വഭാവം അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട്. രണ്ട് സ്വഭാവത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞൊരു സംഭവം നമുക്ക് കാണാൻ പറ്റും. ഹിജ്റ 8-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തുള്ള സമയത്ത് സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയുടെ ഭാഗത്ത് നിന്നുള്ള അൽ അഹ്സ എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്ത് നിന്ന് ഒരു കുടുംബത്തിലെ 20ഓളം ആളുകൾ വരികയാണ്. ഒരു കുടുംബത്തിലെ അബ്ദുൽ ഖൈസ് കുടുംബത്തിൽപ്പെട്ട 20ഓളം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വരികയാണ്. ദിവസങ്ങളോളം യാത്ര ചെയ്ത് അവർ മദീനത്തെത്തി. അവരുടെ നേതാവാകട്ടെ അശജ് അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അശജ് അബ്ദുൽ ഖൈസ്. ഇവര് ദിവസങ്ങളോളം യാത്ര ചെയ്ത് മദീനത്തെത്തി. മദീനത്ത് എത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതും ഈ നേതാവായ അശജ് അബ്ദുൽ ഖൈസ് ഒഴികെയുള്ള എല്ലാവരും വേഗത്തിൽ ഓടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെന്ന അതിയായ ആഗ്രഹത്തിൽ വന്നതാണ് അവർ വേഗം ഓടിച്ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുത്തം കൊടുത്തു. പ്രവാചകന്റെ അടുത്ത് പോയിരുന്നു. ദിവസങ്ങളോളമുള്ള യാത്രയാണ്. അവരുടെ ശരീരത്തിൽ ആസകലം പൊടിയുണ്ട്, അവരുടെ ശരീരത്തിൽ പ്രയാസങ്ങളുണ്ട്. പക്ഷേ നേതാവായ അശജ് അബ്ദുൽ ഖൈസ് അദ്ദേഹം തന്റെ വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങി. എന്നിട്ട് ആ വാഹനത്തെ ഒരു ഭാഗത്ത് കെട്ടിയിട്ടു. അദ്ദേഹം ആ സദസ്സിൽ നിന്ന് മാറി നിന്നിട്ട്
തന്റെ വസ്ത്രത്തിലുള്ള അഴുക്കുകളൊക്കെ തട്ടിക്കളഞ്ഞു, ശരീരത്തിലുള്ള അഴുക്കുകളൊക്കെ കഴുകിക്കളഞ്ഞു. വേറെ ഒരു വസ്ത്രം അദ്ദേഹം തയ്യാറാക്കി കൊടുത്തിരുന്നു. ആ വസ്ത്രം എടുത്തു. എന്നിട്ട് ആ വസ്ത്രം മാറി നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. നല്ല വൃത്തിയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കാണുകയാണ്. മറ്റുള്ള ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചു, അശജ് അബ്ദുൽ ഖൈസിനെയും ശ്രദ്ധിച്ചു. എന്നിട്ട് അശജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് നിന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയാണ്, ഇന്ന ഫീക ലഖസ്ലതൈൻ, നിങ്ങൾക്ക് രണ്ട് ക്വാളിറ്റി ഉണ്ട്, നിങ്ങൾക്ക് രണ്ട് പ്രത്യേകതകൾ, രണ്ട് സ്വഭാവങ്ങളുണ്ട്. യുഹിബ്ബുഹുമുല്ലാഹ്, അത് രണ്ടും അല്ലാഹുക്ക് വലിയ ഇഷ്ടമുള്ള കാര്യം. എന്നിട്ട് പറയാണ് അൽ ഹിൽം, ഒരു വിവേകം കാണിക്കുക എന്നുള്ളത്, ഒരു ക്ഷമ കാണിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ വൽ അനാത്, ഒരു സാവകാശം കാണിക്കുക, ധൃതിയില്ലാതെ ഒരു സാവകാശം കാണിക്കുക. ഈ ഒരു ചരിത്രത്തിൽ കാണാൻ പറ്റും. വന്ന എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്നേഹത്തിന്റെ സമ്മാനങ്ങൾ കൊടുത്തപ്പോ ഈ അശജ് അബ്ദുൽ ഖൈസിന് ധാരാളം കൊടുത്തു. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റി, ആ ഒരു സ്വഭാവം, എല്ലാത്തിലും ഒരു സാവധാനം കാണിക്കുക, ധൃതി ഇല്ലാതിരിക്കുക എന്നുള്ളത്, ഒരു അവധാനതയുണ്ടാക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് കേവലം അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ട് എന്ന് മാത്രമല്ല, ആരാധനാ കർമ്മങ്ങളുടെ വിഷയത്തിൽ പോലും ധൃതി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കണേ. ആരാധനകളുടെ വിഷയത്തിൽ ധൃതി പറ്റൂല. ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ദുആ, പ്രാർത്ഥിക്കുക എന്നുള്ളത്. എന്നാൽ ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുസ്തജാബു ലി അഹദികും മാ ലം യഅജൽ, നിങ്ങൾ ധൃതി കാണിക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകും. ധൃതി കാണിക്കാത്തിടത്തോളം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലെ, എങ്ങനെയാണ് പ്രാർത്ഥനയിൽ ധൃതി കാണിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണ്ട എന്ന, അല്ലെങ്കിൽ ഒരു തവണ പ്രാർത്ഥിച്ചു ഇനി പ്രാർത്ഥിക്കണ്ട എന്ന അല്ല. മറിച്ച് പ്രാർത്ഥനയിലുള്ള ധൃതി എന്ന് പറഞ്ഞാൽ ഒരാൾ ഇപ്രകാരം പറയലാണ്. ഒരാൾ പറയാണ്, ജഅഉതു റബ്ബി ഫലം യുസ്തജബി, ഞാൻ എൻ്റെ റബ്ബിനോട് കുറേ പ്രാർത്ഥിച്ചു, പക്ഷെ എനിക്ക് ഉത്തരം കിട്ടിയില്ല. എത്ര കാലമായി ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട്, ഒരു വീടിന്റെ കാര്യം, ഒരു ജോലിന്റെ കാര്യം, എൻ്റെ വിവാഹത്തിന്റെ കാര്യം, മക്കളുടെ കാര്യം, എത്ര തവണ ഞാൻ ചോദിച്ചു, എനിക്കുത്തരം കിട്ടിയിട്ടില്ല. ഇത് പറയാത്തിടത്തോളം കാലം അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അപ്പൊ പ്രാർത്ഥനയിൽ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറയാതിരിക്കൽ. അങ്ങനെ പറഞ്ഞാൽ അത് ധൃതി കാണിച്ചു. ഇത് പ്രാർത്ഥനയുടെ വിഷയത്തിൽ മാത്രമാണോ ധൃതി കാണിക്കുക എന്നുള്ളതിൽ? ആരാധനയുടെ കാര്യത്തിൽ കാണാൻ പറ്റും. നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധൃതി ഉണ്ട്. നമ്മൾ പൊതുവെ പറയാ നിസ്കാരത്തിന് വേഗം ധൃതിപ്പെട്ടു പോയി എന്നാ പറയാം. പക്ഷെ ഹദീസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ചില നിബന്ധനകളുണ്ട്. നമസ്കാരത്തിന്റെ തുടക്കം എന്നുള്ളത്, നമസ്കാരത്തിലേക്കുള്ള പ്രവേശനങ്ങള് വുദു എടുത്തുകൊണ്ടാണല്ലോ. ആ വുദുഇൽ ധൃതി കാണിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ പറ്റും. ഒരിക്കലും ഒരു യാത്ര കഴിഞ്ഞിട്ട് വരിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഒരു യാത്ര കഴിഞ്ഞു വരിക. അപ്പൊ സ്വഹാബത്ത് വേഗം എത്തിയപ്പോ വേഗം വുദു എടുത്ത് റെഡിയായി നിൽക്കുക എന്ന് വിചാരിച്ചിട്ട് അവർ വേഗത്തിൽ വുദു എടുക്കാൻ തുടങ്ങി. ആ വുദു എടുത്തിട്ട് ഇങ്ങനെ പോണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. കുറച്ചപ്പുറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ വിളിച്ചു പറഞ്ഞു, വൈലുൻ വൈലുൻ ലിൽ അഖാബി മിനന്നാർ. വലിയ ശബ്ദത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ വിളിച്ചു പറയുന്നു, വൈലുൻ, നാശമാണ്. വൈലുൻ എന്ന് പറഞ്ഞാൽ നാശം എന്നുള്ള അർത്ഥം മാത്രമല്ല, നരകത്തിന്റെ അടിഭാഗത്തുള്ള ഒരു താഴ്വരക്ക് പറയുന്ന പേരാണെന്ന്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മടം പിൻകാലുകൾക്കാകുന്നു വൈല്. എന്താ സംഭവം എന്നറിയോ? സ്വഹാബിമാര് വുദു എടുത്തപ്പോ അവരുടെ കാലിൽ മടമ്പിന്റെ ഭാഗത്ത് കുറച്ചു ഭാഗം നനയാതിരുന്നു. ഒരു ധൃതി കാണിച്ചതാ. ധൃതിയോടുകൂടി വേഗം വുദു എടുക്കുക, വേഗം ചെയ്യാൻ വേണ്ടിയിട്ട്. നിസ്കാരമൊക്കെ നടക്കുന്ന സമയത്ത് ആൾക്കാർ വേഗം ഓടി വരും. കൃത്യമായിട്ട് ഒന്നും എടുത്തിട്ടുണ്ടാവില്ല. അത് വേഗം ചെയ്തായിരിക്കും. ചിലപ്പോൾ ടാപ്പ് ഇങ്ങോട്ട് തുറന്നിട്ടുണ്ടാവും. കാലിങ്ങനെ വെക്കും, കാല് നനഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ധൃതി വേണ്ട. മറ്റൊരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നിസ്കരിച്ചുകൊണ്ടിരിക്കും. നിസ്കാരം ഇങ്ങനെ നടക്കുന്ന സമയത്ത് പുറത്തുണ്ട് വലിയ ശബ്ദം കേൾക്കും. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ അവിടെ ശബ്ദം ഉണ്ടായിരുന്നത്? അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, അവിടെ നിസ്കാരത്തിൽ ഇല്ലായിരുന്ന പിന്നെ വന്ന ആളുകൾ പറഞ്ഞു, പ്രവാചകരെ അതിങ്ങനെ നിസ്കാരത്തിന് വേണ്ടി നിസ്കാരം തുടങ്ങി എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗത്തിൽ വന്നതാണ്.
അപ്പൊ അങ്ങനെ വേഗം ശബ്ദം ഉണ്ടാക്കിയിട്ട് വേഗാക്കി എന്ന് പറയില്ലേ, ആ രൂപത്തിലൊന്ന് ഇടപെട്ടത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വേഗം പള്ളിക്ക് വരിക. എന്നാൽ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ധൃതി കാണിക്കല്ലേ, പിന്നെ സാവധാനത്തിലാണ്. ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. പിന്നെ വേഗത്തിൽ വരിക എന്നുള്ളതില്ല. എന്നിട്ട് നിങ്ങൾക്ക് ഇമാമിന്റെ കൂടെ എത്രയാണോ കിട്ടിയത് അത് നിങ്ങൾ നിസ്കരിക്കുക. എന്നിട്ട് ഇമാം സലാം വീട്ടിയാലോ നിങ്ങൾ എഴുന്നേൽക്കുക. നിങ്ങൾക്ക് എത്രയാണോ നഷ്ടപ്പെട്ടത് അത് നിങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുക്കുക. പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ധൃതിന്റെ വിഷയത്തിൽ പറയാം. ഇനിയോ നിസ്കരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ധൃതി പറഞ്ഞു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഒരാൾ വന്നു, അയാൾ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ചെല്ലണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ അയ്യുഹൽ മുസല്ലി, അല്ലയോ നിസ്കരിച്ചവനെ, ഫഇന്നക ലം തുസല്ലി, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, നിങ്ങൾ വേഗം പോയി നിസ്കരിക്കും, നിങ്ങൾ വേഗം പോയി നിസ്കരിക്കും. അദ്ദേഹം വീണ്ടും വന്നു, നിസ്കരിച്ചു. രണ്ടാമത്തെ തവണ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഇല്ല നിസ്കരിച്ചിട്ടില്ല. മൂന്നാമതും അദ്ദേഹം വന്നു, മൂന്നാമതും നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ കൊണ്ട് കഴിയണത് ഇങ്ങനെയാണ്, ഞാൻ എങ്ങനെ നിസ്കരിക്കണ്ട, നിങ്ങളൊന്ന് പറഞ്ഞു തരും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ രൂപം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ നിസ്കാരത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമസ്കാരത്തിൽ ഒരു സാവകാശം, ഒരു അവധാനത, ഒരു സക്കീന ഉണ്ടാകുക. ചില ആൾക്കാരുണ്ട്, റുക്കൂയിലേക്ക് പോകുന്നു, ഉടനെ എഴുന്നേൽക്കുന്നു. ഈ അത്തിദാലൊന്നുമില്ല. സമീഅ അല്ലാഹു ലിമൻ എന്ന് പറയുമ്പോഴേക്ക് വേഗം റുക്കൂയിലേക്ക് പോയിട്ടുണ്ടാകും, സുജൂദിലേക്ക് പോയിട്ടുണ്ടാകും. സുജൂദിലേക്ക് പോകുന്നു, അപ്പോഴേക്ക് തിരിച്ചു വരുന്നു. സുജൂദുകൾക്കിടയിൽ ഇരുത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞ എന്താണെന്നറിയോ? നമസ്കാരത്തിലെ കള്ളെന്നാ പറഞ്ഞു. ഏറ്റവും വലിയ കള്ളത്തരെന്ന് പറഞ്ഞാൽ ആളുകളുടെ സമ്പത്ത് മോഷ്ടിക്കലല്ല, മറിച്ച് നിസ്കാരത്തിൽ കള്ളം കാണിക്കുക. നിസ്കരിക്കാതിരിക്കുക എന്നുള്ളതല്ല, നിസ്കരിക്കുന്നു പക്ഷേ വലാ യുതിമ്മ റുകൂഅ, അയാളുടെ റുക്വ പൂർത്തിയാക്കുന്നില്ല, സുജൂദ് പൂർത്തിയാക്കുന്നില്ല, സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം പൂർത്തിയാക്കുന്നില്ല. പ്രിയപ്പെട്ടവർ, ഈ വാചകങ്ങളൊക്കെ ഓരോന്നും വായിക്കുമ്പോൾ, ഈ വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെയൊക്കെ നിസ്കാരം ഏത് രൂപത്തിലാണ് എന്ന് പരിശോധിക്കണം. ചില ആളുകളുടെ ബസ് വരാനായിട്ട് അപ്പൊ വേഗം നിസ്കരിക്കുക. അപ്പൊ ഈ പറയപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. അങ്ങനെ ഒരു നിസ്കാരം വേഗത്തിലാക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമസ്കാരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കൂല. ഇനി നിസ്കാരത്തിന്റെ വിഷയത്തിൽ മാത്രമാണോ? ദീനീ പഠനത്തിൽ പോലും ധൃതി കാണിക്കാൻ പാടില്ല. പൊതുവെ ദീന് പഠിക്കണം, നിങ്ങൾ വേഗത്തിൽ വിധിയും പഠിക്കണം എന്നാണല്ലോ എല്ലാവരും പറയാ. പക്ഷേ ദീനീ പഠനത്തിൽ ധൃതി കാണിക്കുന്ന ചില മേഖലകളുണ്ട്, അവിടെ പാടില്ലാത്ത ചില ഘട്ടങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ഓതി കൊടുക്കും. നമുക്കിന്നുള്ള സൗകര്യങ്ങളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല സംശയം ഉണ്ടാകുമ്പോൾ വേഗം മറിച്ചു നോക്കാൻ ഖുർആൻ അവിടെ ഇല്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനപ്പാഠമാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി വെക്കുന്നില്ല. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുക്കുന്ന സമയത്ത് മറന്നുപോയാലോ എന്ന് വിചാരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗത്തിൽ ഇങ്ങനെ ചൊല്ലും. ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്തിറക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തിക്കൊണ്ട് ആയത്ത് വരാണ്, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനാ. പ്രവാചകരെ, നിങ്ങൾ ഇങ്ങനെ വേഗത്തിൽ മനപ്പാടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേഗം ഇങ്ങനെ ചൊല്ലി പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ധൃതി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായും ആ ഖുർആൻ പൂർത്തീകരിക്കുക എന്നുള്ളത്, അതിനെ ജംആക്കുക എന്നുള്ളത്, അത് നമ്മുടെ ഉത്തരവാദിത്തമായി നമ്മൾ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി കാണിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുക്കുക. ഈ പറയപ്പെട്ട രൂപത്തിൽ ഓരോന്നും നമ്മുടെ മതപരമായ വീക്ഷണങ്ങളിൽ, ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവ മേഖലകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ആരുടെയെങ്കിലും വല്ല വാർത്തകൾ കേൾക്കുമ്പോഴേക്ക്, എന്തെങ്കിലും ഒരു സംഭവം കാണുമ്പോഴേക്ക്, ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോഴേക്ക് ഉടനെ അത് ഞാനാണ് ആദ്യം എത്തിക്കേണ്ടത്, ഞാനാണ് കുടുംബ ഗ്രൂപ്പിൽ ഫസ്റ്റ് അയക്കേണ്ടത്, ഞാനാണ് ആദ്യം ഷെയർ ചെയ്യേണ്ടത്. ഇതാ പല ആളുകളും ചെയ്യാം. ഒരാളെ കുറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് വേഗം പ്രതികരിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിനെ കുറിച്ച് അറിയാത്ത ചില ആളുകളുണ്ടെന്ന് എനിക്ക് ഈ വിഷയത്തിൽ മനസ്സിലായിട്ടുള്ളത്. ഈ AI എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, പലതും ക്രിയേറ്റ് ചെയ്യണം. ഈ കഴിഞ്ഞ ദിവസം അറിയപ്പെട്ട ചില സിനിമാ നടന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഒരു ചിത്രം ഇറങ്ങണം. അവര് കാബത്തിന്റെ അടുത്ത് നിൽക്കുക. 3 ആളുകൾ ഇങ്ങനെ ഉംറക്ക് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ കൃത്യമായി ഉപയോഗിച്ചുണ്ടാക്കിയതെന്നുണ്ട്. പക്ഷെ അതിന്റെ കമന്റ് ബോക്സിൽ മുഴുവൻ മാഷാ അല്ലാഹും തബാറക്കല്ലാഹും അൽഹംദുലില്ലാഹി ഒക്കെയാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഖൗമിന് എന്നാണ് ഇനി അന്തം വെക്കുക? ഒന്നും മനസ്സിലാക്കാതെ എല്ലാത്തിലും കയറി ഇടപെടുന്ന ഒരവസ്ഥ. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നോക്ക്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, തീർച്ചയായും നിങ്ങളുടെ അടുക്കലേക്ക് വല്ല ഫാസിഖും, വല്ല ചെമ്മാടിയും അല്ലെങ്കിൽ താന്തോന്നികളും അത്തരത്തിലുള്ള ചില കാര്യങ്ങളുമായി കൊണ്ട്, ചില വാർത്തകളുമായി കൊണ്ട് കടന്നു വന്നാൽ, അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചറിയണം. അറിയാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് ആപത്ത് വരുത്തുകയും എന്നിട്ട് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ഖേദം വരാതിരിക്കാനും അതാണ് നല്ലത്. എത്ര സുന്ദരമായിട്ട് അല്ലാഹു പറയുന്നത്. പറയാനുള്ളത് മുഴുവൻ പറയും, അയക്കാനുള്ളത് മുഴുവൻ അയക്കും. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം വരും. അപ്പോഴായിരിക്കുമോ ഞാൻ അയച്ചത് ശരിയായില്ലായിരുന്നു അല്ലേ, ഇനിയിപ്പോ അത് ഡിലീറ്റ് ചെയ്തോളി, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, മാനുഷികമായിട്ടൊരു പക്ഷേ ഒരാളുടെ സംസാരത്തിൽ പിഴവുകൾ വരാം. അതല്ല ഈ പറയുന്നത്. ചില ആളുകളെ വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോഴേക്ക്, കാഴ്ചകൾ കാണുമ്പോഴേക്ക്, വീഡിയോ വരുമ്പോഴേക്ക്, ചിത്രങ്ങൾ വരുമ്പോഴേക്ക് ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്യണം. എന്തിനത്ര ധൃതി? എന്തിനാണ് ഇത്ര ധൃതി? ആ അജലത്ത് മിന ശൈത്വാനാണ്, ശൈത്താനിൽ നിന്നുള്ളതാണ്. ഈ സാന്ദർഭികമായി കൊണ്ട് പറയട്ടെ, നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയാം. പ്രിയപ്പെട്ടവരെ, ഒട്ടുമിക്ക അപകടങ്ങൾക്കും കാരണം ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചല്ലോ, ഈ ധൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. ഈ വിഷയത്തിൽ ഇപ്പോഴും ആ ധൃതി കാരണത്താൽ പല അശ്രദ്ധകളും നമ്മൾ വരുത്തുന്നുണ്ട്. അതിലേറ്റവും വലിയ തെളിവാണ് നമ്മുടെ റോഡ് നിയമങ്ങൾ നമ്മൾ തന്നെ പാലിക്കാത്തൊരവസ്ഥ. എത്രയോ ആളുകൾ ഹെൽമെറ്റ് ഉപയോഗിക്കാതെ വരുന്നു, സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതെ വരുന്നു. അത് പോലീസിനെ കാണുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്യാമറ വരുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാനുള്ളതാ. നമുക്ക് പറയാനുള്ളത് എന്താ? അത് ഞാൻ ധൃതി ആയതുകൊണ്ട് വേഗം അതെടുക്കാതെ മറന്നുപോയി. വളരെ നിസ്സാരമായി നമ്മൾ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും നമ്മളിൽ ഉണ്ടാവണം. എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരു നിലക്കും ഒരു കാര്യത്തിലും ധൃതി വേണ്ട എന്നല്ല. ധൃതി വേണ്ട ചില കാര്യങ്ങളുണ്ട്, ധൃതി ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്, സാവധാനം മാറ്റിവെച്ചുകൊണ്ട് വേഗത്തിലാവേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്, പരലോകത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, അത്തുഅദതു ഫീ കുല്ലി ഷൈഇൻ ഇല്ലാ ഫീ അമലിൽ ആഖിറ. എല്ലാത്തിലും ഒരു സാവകാശം അത് വേണം. ഇല്ലാ അമലിൽ ആഖിറ, പരലോകത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ കൂടിയ. അതിങ്ങനെ പിന്നെ ചെയ്യാന്ന് മാറ്റിയേക്കല്ല. ഹജ്ജിന് കഴിവുണ്ട്, അത് പിന്നെ ചെയ്യാ, കുറച്ചും കൂടി കഴിയട്ടെ എന്നല്ല. ഉംറ ചെയ്യാൻ സാമ്പത്തിക കഴിവുണ്ട്, പക്ഷെ അത് പിന്നെ ചെയ്യട്ടെ എന്ന് മാറ്റിവെക്കലല്ല. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ, പിന്നെ നിസ്കരിക്കുക എന്ന് പറയലല്ല. പരലോകത്തിന്റെ വിഷയമാണോ, അതിലെല്ലാത്തിലും വേഗത്തിലാകുക എന്നുള്ളത്. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവരതിനു വേണ്ടി കൊടുത്ത അവരുടെ ആ ഒരു ഇടപെടൽ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയാണ്, സ്വർഗത്തില് 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ കിടക്കും. 70,000 ആളുകളുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഉക്കാശത്ത് ബിൻ മുഹ്സൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ആ 70,000 ഞാൻ ഉണ്ടാകാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ട ആളാണ്. അതാണ് താല്പര്യം. ഒരു കാര്യം കേൾക്കുമ്പോൾ എനിക്കത് കിട്ടണം, എനിക്ക് ആ സ്വർഗം കിട്ടണം, ഞാൻ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ആ ഒരു ആഗ്രഹം പരലോകത്തിന്റെ വിഷയത്തിൽ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അതിനും ഒരു ധൃതി ഉണ്ടാവണം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. മൂസാ നബി അലൈഹിസ്സലാം സീനാ പർവ്വതത്തിലേക്ക് ചെല്ലുകയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് തൗറാത്ത് വാങ്ങാനും ഒക്കെയായിട്ട്.
ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് സംസാരിക്കുന്ന സംസാരം ഖുർആനിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു, വമാ അഅജലക അൻ ഖൗമിക യാ മൂസ, മൂസ നിങ്ങളുടെ ഖൗമിനെ വിട്ടുകൊണ്ട് നിങ്ങൾ ധൃതിയിൽ വേഗത്തിൽ വന്നതെന്താണ്? നിങ്ങൾ വേഗത്തിൽ ഇങ്ങനെ പോന്നതെന്തേ? ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ മൂസാ നബിയുടെ മറുപടി പറയുന്നുണ്ട്. ഖാലഹും ഉലാഇ അലാ അസരി വഅജിൽതു ഇലൈക റബ്ബി ലിതർളാ. റബ്ബേ, എന്റെ ആളുകളൊക്കെ എന്റെ പിന്നിലുണ്ട്, പക്ഷെ ഞാൻ വേഗത്തിൽ ഞാൻ വേഗത്തിൽ ധൃതി കാണിച്ചു കൊണ്ടുവന്നത് ഇലൈക റബ്ബി ലിതർളാ, അല്ലാഹുവേ നിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. നിന്റെ തൃപ്തി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അതിനാ ഞാൻ വേഗം ഓടി വന്നത്. അതാണ് ഒരു വിശ്വാസി, എപ്പോഴും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അതുപോലെ തന്നെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി. എന്തിനേറെ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള തൗബക്ക് വേണ്ടിയിട്ട്. ഞാൻ സാന്ദർഭികമായി കൊണ്ട് പറയട്ടെ, 1-2 മാസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ റമദാനാണ്. പല ആളുകളും ഇങ്ങനെ കാത്തിരിക്കുക, റമദാൻ വരട്ടെ എന്നിട്ട് വേണം തൗബ ചെയ്യാൻ. അല്ല, വിശ്വാസി എങ്ങനെയല്ല. അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അയാൾ എത്രയും പെട്ടെന്ന് തൗബയുടെ കാര്യത്തിൽ ധൃതിപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വെച്ചുകൊണ്ട് മഹാനായ ഹാത്തിമുൽ അസ്സം റഹ്മത്തുള്ളാഹി അലൈഹി 5 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ധൃതി കാണിക്കേണ്ട 5 കാര്യങ്ങൾ ഒരു രക്ഷിതാവ് എന്ന നിലക്ക് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഹാത്തിമുൽ അസ്സം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അൽ അജലതു മിനശ് ശൈത്താൻ, ധൃതി എന്നുള്ളത് പിശാചിൽ നിന്നാണ്. പക്ഷേ ഇല്ലാ ഫീ ഖംസ, 5 കാര്യങ്ങൾ ഒഴികെ വേറൊന്നും പാടില്ല. എന്നാൽ ആ 5 കാര്യങ്ങളോ ഫഇന്നഹാ മിൻ സുന്നത്തി റസൂലില്ലാഹ്, ആ 5 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. എന്നിട്ട് ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ അറിയോ? ഇത്ആമുൽ ലൈഫ്, നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതിങ്ങനെ വർത്താനം പറഞ്ഞു ഓരങ്ങോട്ട് പൊയ്ക്കോളെന്ന് തീരുമാനിക്കലല്ല. അവർ വരുമ്പോൾ വേഗം ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, അതിൽ ധൃതി കാണിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കിലേക്ക് മലക്കുകൾ വന്നതിനെ കുറിച്ച് നമ്മൾ ഖുർആനിൽ കാണുന്നുണ്ട്. ആ മലക്കുകൾ വന്നപ്പോൾ അവരുടെ പേര് ചോദിച്ച്, അവരുടെ കുടുംബം ചോദിച്ച്, അവർക്ക് ഏതാ ഭക്ഷണം വേണ്ടി ഒന്നും ചോദിച്ചില്ല. അവർ വന്നു, അവർക്ക് വേഗം ഭക്ഷണം റെഡിയാക്കി കൊടുത്തു. അതിൽ ധൃതി കാണിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മയ്യത്തിനെ മറമാടുന്ന വിഷയത്തിൽ വേഗം ചെയ്യണം. മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മയ്യത്ത് പരിപാലനങ്ങളെല്ലാം അതിങ്ങനെ കാത്തിരിക്കുന്ന ഒരവസ്ഥയല്ല. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും പരിപാലനങ്ങളെല്ലാം വേഗത്തിലാക്കുക എന്നുള്ളത്, വേഗം കൊണ്ടുപോകണം. കുറെ നേരം ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മൂന്നാമതായിക്കൊണ്ട് അദ്ദേഹം എണ്ണുകയാണ് ഒരു കന്യകയെ അവർക്ക് പ്രായമെത്തിക്കഴിഞ്ഞാൽ വേഗം കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി, പ്രായമായ വേഗം കല്യാണം കഴിക്കുക. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണ്. പല ആളുകളും ഇങ്ങനെ തട്ടി കൊണ്ടുപോകുക, അത് കുറച്ച് കഴിയട്ടെ. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫൽയതസവ്വജ്. അല്ലയോ യുവാക്കളെ, അത് യുവാക്കളാവട്ടെ യുവതികളാവട്ടെ, ഒരു കുടുംബം പോറ്റാനുള്ള ഒരു കഴിവെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വേഗം കല്യാണം കഴിക്കുക. ഒരുപാട് തെറ്റുകളിൽ നിന്ന് രക്ഷ കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഖേദകരം എന്ന് പറയട്ടെ, തിന്മകളിൽ നിന്നും തിന്മകളിലേക്ക് ഈ സമൂഹം പോകുമ്പോൾ പോലും അത് പഠിച്ചോട്ടെ, കുറച്ചും കൂടി പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ നിസാരവൽക്കരിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. നാലാമതായിക്കൊണ്ട് കടം വീട്ടുക എന്നുള്ളത്. നമുക്ക് കുറച്ച് കടങ്ങളുണ്ട്, കൊടുക്കാൻ പൈസയുണ്ട്, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക, കുറച്ചും കൂടി സാവകാശം ഉണ്ടാവും. ഞാൻ ഇപ്പൊ തൽക്കാലം ഇതൊന്ന് വേഗം റോൾ ചെയ്യട്ടെ. ഇതല്ല, അതിൽ ധൃതി കാണിക്കണം എന്നുള്ളതാണ്. അഞ്ചാമതായിക്കൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും തൗബ ചെയ്യുക എന്നുള്ളത്. ഈ 5 കാര്യങ്ങളും വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ധൃതിയിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഓരോ ഭാഗങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുക. അള്ളാഹു അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിൽ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ ഹുറുമത്തുള്ള പവിത്രതയുള്ള മാസങ്ങളായിട്ട് എണ്ണപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു മാസമാണ് റജബ്. ഇത് വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടത്.
ഒരു പവിത്രതയുള്ള മാസം എന്ന് പറയുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലതിനും പവിത്രത കൊടുക്കുമ്പോൾ ആ പവിത്രത നമ്മളും ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ കാണുവാൻ സാധിക്കും, വമയ്യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. തീർച്ചയായും ആരെങ്കിലും അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും അത് ഹൃദയത്തിലെ തഖ്വയിൽ നിന്നുണ്ടാകുന്നതാണ്. ഇവിടെ ഒരു വിശ്വാസി എന്ന നിലക്ക് റജബ് മാസം എന്ന് പറയുമ്പോൾ അതിന് പവിത്രത ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ തെറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ റമദാനിന്റെ വിഷയത്തിൽ പറയും റമദാൻ പവിത്രമാക്കപ്പെട്ട മാസമാണ്. അതുകൊണ്ട് തന്നെ പല തിന്മകളിൽ നിന്നും നമ്മൾ ഇങ്ങനെ വിട്ടുനിൽക്കും. കാരണം എന്താ? റമദാനാണ്. ആ റമദാനിന് ആരാണോ പവിത്രത കൊടുത്തത് അതേ റബ്ബ് തന്നെയാണ് ഈ റജബ് മാസത്തിനും പവിത്രത കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മാസങ്ങളിലും തെറ്റ് ചെയ്യുന്നതിനെ എതിർത്തിട്ടുണ്ട്. എല്ലാ മാസങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ അല്ലാഹ് ചില കാര്യങ്ങൾക്ക്, ചില മാസങ്ങൾക്ക് പ്രത്യേകത കൊടുക്കുമ്പോൾ അവിടെ തെറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ പുറത്തുനിന്ന് ഒരു തെറ്റ് ചെയ്യണതും പള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു തെറ്റ് ചെയ്യണതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് കേവലം ഒരു 4 ചുമരുണ്ട് എന്നുള്ളത് കൊണ്ടല്ല, ഇത് അള്ളാഹുവിന്റെ ഭവനമാണ് എന്ന ബോധ്യപ്പെടലാണ്. മറ്റു രാജ്യങ്ങളിൽ പോയി ചെയ്യുന്നത് പോലെയല്ല മക്കത്തോ മദീനത്തോ പോയി ചെയ്യുക എന്നുള്ളത്. അതിന് ഗൗരവം കൂടും. എങ്കിൽ മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുപോലെയല്ല ഇപ്പൊ നമ്മളുള്ള റജബ് മാസത്തിൽ തെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതേ കാര്യം മറ്റൊരു ഭാഗം കൂടി പറയാം. മറ്റു മാസങ്ങളിലുള്ള നന്മ പോലെയല്ല റജബ് മാസത്തിലുള്ള നന്മ. അതുകൊണ്ട് ധാരാളമായിക്കൊണ്ട് തന്നെ നന്മകൾ ചെയ്യണം. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഈ റജബിന്റെ വിഷയത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചില പ്രത്യേകമായ ആരാധനകൾ പല ആളുകളും ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ വാക്കുകളും വീഡിയോകളും ഒക്കെ വന്നുകൊണ്ടിരിക്കാം. അതിൽ തന്നെ പല ആളുകളും ചിലപ്പോൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടാകും റജബ് ആദ്യം അറിയിക്കുന്നവനുള്ള പുണ്യങ്ങളെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനത്തെ ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. റജബ് ആദ്യം അറിയിക്കുന്നവൻ ഇന്ന പുണ്യമുണ്ടെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഇനി ഈ റജബിൽ തന്നെ പ്രത്യേകമായ ചില നമസ്കാരങ്ങൾ, റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഒരു 12 റക്അത്ത് നമസ്കാരം, സ്വലാത്തു തറാഗിബ് എന്ന് പറയുന്ന, റഗാബ് എന്ന് പറയുന്ന ആ ഒരു തരത്തിലുള്ള നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടില്ല. സ്ഥിരപ്പെട്ട് സ്വഹീഹായ ഹദീസുകളിൽ അത് വന്നിട്ടില്ല. അതുപോലെ തന്നെ പ്രത്യേകമായ ഉംറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകളും ഇങ്ങനെ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. റജബിൽ ഉംറ ചെയ്താൽ വലിയ പുണ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹദീസ് പരിശോധിച്ചാലോ, മഅതമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റജബിൻ ഖത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബിൽ ഒരിക്കലും ഉംറ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടില്ല. എന്നാൽ സാധാരണ ഒരു മാസത്തെ പോലെ ഒരാൾ റജബില് അയാൾക്ക് അപ്പോഴാണ് പോകാൻ പറ്റിയത് എങ്കിൽ അയാൾ അപ്പോൾ പോയിക്കോട്ടെ. അതല്ലാതെ അതിനൊരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടുള്ള ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ പല ആളുകളും ചൊല്ലാറുള്ള ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പറയുന്ന പ്രാർത്ഥന, അതും സ്ഥിരപ്പെട്ട് സ്വഹീഹായ റിപ്പോർട്ടുകളിൽ വന്നതല്ല എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരു നന്മയും ചെയ്യണ്ട എന്നല്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന നന്മകൾ എന്തുണ്ടോ അതിനേക്കാൾ കുറച്ച് കൂടുതൽ ചെയ്യാം. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം വെച്ചുകൊണ്ട്, ഒരു പ്രത്യേക സമയം വെച്ചുകൊണ്ട്, ഒരു പ്രത്യേക ആരാധനയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ആ ഒരു കാര്യം കൂടി നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ഒക്കെ പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ ഖബർ ജീവിതം അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. Peace Radio, tune to reality.